ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഈ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. അതുപോലെ നല്ല ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങും, നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ്. ഇതെല്ലാവരും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റം എടുത്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാക്കല്ലേ. ഞാൻ ആദ്യം തന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് തൈര്. ഈ തൈരിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു വെണ്ടയ്ക്ക വേണം എടുക്കാൻ. അതായത് വലിയ വെണ്ടയ്ക്ക എടുക്കരുത്, ചെറുത് കിളുന്ന വെണ്ടയ്ക്ക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയുള്ള വെണ്ടയ്ക്ക വേണം എടുക്കാൻ. അപ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരണം. അതിനുവേണ്ടി ചെറിയ പീസായിട്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ ഇതിനകത്തോട്ട് തൈരോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കടലമാവോ അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയോ മഞ്ഞപ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആയി വരും. അപ്പോൾ ഈ കിളുകളാന്നുള്ള മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത്. ഞാൻ പക്ഷെ ചേർത്ത് കൊടുത്തിട്ടില്ല, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫേസിനകത്തോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക ആദ്യം കേട്ടോ. നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ്. കാരണം വീട്ടമ്മമാർ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ മുഖമൊക്കെ ഒന്ന് ചുളിവ് വരാനൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, ഫേസിലേക്ക് കവിളൊക്കെ ഒന്ന് തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഫേസിലെ കുറച്ച് ചുളിവുകളൊക്കെ മാറി നമുക്ക് ഒരു വീക്കിലി 2-3 ടൈംസ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഒരു 2-3 ടൈംസ് വീക്കിലി ചെയ്യാമെങ്കിൽ അങ്ങനെ ഒരു 1 മന്ത് തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാൻ സാധിക്കും. എല്ലാവരും ഇതുപോലെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് വരെ ഇത് ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതൊന്ന് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഇത് കുറേ ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരു 1 മന്ത് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാം ഒന്ന് പതുക്കെ നമുക്കൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിങ്ങനെ പതുക്കെ തുടച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് ഫേസിലെല്ലാം ആക്കിയിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്ത് വെച്ചാണ് പതുക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ തുടച്ച് നമുക്ക് എടുത്ത് മാറ്റിയെടുക്കാം. അത് കഴുകി വാഷ് ചെയ്ത് പതുക്കെ കഴുത്തിലൊക്കെ ചെയ്യുമ്പോൾ മേളിലോട്ട് വേണം ചെയ്തെടുക്കാം, താഴോട്ട് ഒരിക്കലും ആകാൻ പാടില്ല, നമ്മുടെ കഴുത്ത് തൂങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം നന്നായിട്ട് തുടച്ചെടുത്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.